ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ന്യൂലി മാരീഡ് കപ്പിൾസിന് വേണ്ടിയാണ്. ബാക്കിയുള്ള കപ്പിൾസ് കാണുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും ന്യൂലി മാരീഡ് കപ്പിൾസിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന വ്യക്തികളാണ് അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തിട്ട് കല്യാണം കഴിക്കുന്നു. അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിലും ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരും രണ്ട് ഫാമിലി സെറ്റപ്പിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികളാണല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആർഗ്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ അവിടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാകണം. ഇല്ലെങ്കിലാണ് അവിടെ എന്തോ പ്രശ്നം. പക്ഷെ ആ ആർഗ്യുമെന്റ്സ് എപ്പോഴും ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. ഞാനാണ് ശരി, നീ തെറ്റാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ശരി, നീ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ നമ്മളുടെ ആ ബന്ധത്തെ അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെ? ആ ആർഗ്യുമെന്റ്സ് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിൻ ചെയ്യേണ്ടത് നമ്മൾ വിൻ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ്, അതായത് ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് നമ്മൾ വിൻ ചെയ്യേണ്ടത്. ഇൻ കേസ് ഇപ്പം നമ്മുടെ ഭാഗമാണ് തെറ്റെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രോപ്പർ ആയിരിക്കുക. വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? സോ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് നമ്മൾ എപ്പോഴും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ണർ അത് ഗസ് ചെയ്തെടുത്തോളും, അല്ലെങ്കിൽ പാർട്ണർ അത് ഗസ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടികൾ അങ്ങ് നിർത്തുക. നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുക എന്നുള്ളതാണ്. അങ്ങനെ ഗസ്സിങ് ചെയ്യുന്ന ഒരു ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണോ ഉള്ളത് അതെല്ലാം തന്നെ അങ്ങ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പക്ഷേ അത് പാർട്ണർ ചിലപ്പോൾ അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കൂടുതൽ വിഷമാവും അല്ലേ? അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് അല്ലെ? അപ്പോൾ രണ്ടുപേർക്ക് രണ്ട് കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ആള് ഗസ് ചെയ്തോളും എന്നൊക്കെ വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൂടുതൽ വിഷമാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഓപ്പൺ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ. ഇനി പറയാനെന്നുണ്ടെങ്കിൽ പൈസ, മണി 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 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എപ്പോഴും നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ. നിങ്ങളുടെ സേവിങ്സ്, നിങ്ങളുടെ വരവ് ചെലവ്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാന്നല്ല കേട്ടോ, നിങ്ങളത് തുടക്കത്തിൽ തന്നെ പറയുക, ഇന്ന പ്രശ്നങ്ങളൊക്കെയാണ് എന്നുള്ള കാര്യം പറയുക. അല്ലാതെ എന്താണ് പൈസ അല്ല ഇമ്പോർട്ടൻ്റ്, പൈസ നമുക്ക് എപ്പോഴും സ്നേഹമാണ് ഇമ്പോർട്ടൻ്റ്, അങ്ങനെയല്ല. സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾക്ക് എന്താണ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മുടെ റൊമാൻസ് ഒക്കെ മണിയുടെ ഒരു അഭാവത്തിൽ ഇങ്ങനെ ഷൂന്ന് പറഞ്ഞ് കുറയുന്നൊരവസ്ഥ വരാറുണ്ട്. അതായത് റൊമാൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉള്ളിൽ ചിലപ്പോൾ സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് മണിയുടെ ഒരു ഒരു ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങും. അവിടെ കുറച്ച് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ് ആ ഒരു കാര്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വരവ്, നിങ്ങളുടെ ചെലവ്, നിങ്ങളുടെ സേവിങ്സ്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാധ്യതകൾ, കടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക എന്നുള്ളതാണ്. കാരണം പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തുടക്കം മുതലേ അതൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുക എന്നുണ്ടെങ്കിൽ ആളൊന്ന് എക്സ്പെക്റ്റഡ് ആയിരിക്കുമല്ലോ. മീൻസ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ആളൊന്ന് എക്സ്പെക്ട് ചെയ്യുമല്ലോ, അങ്ങനെ ഒരു പ്രശ്നം എന്തെങ്കിലും വന്നാലും ആള് ഓക്കെ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളൊരു ധാരണ കാണുമല്ലോ. അത് മാത്രമല്ല, മണി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ഇനി എന്താണ് പൈസ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞാലും പൈസയും ഒരു പ്രധാന ഘടകം തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ പണത്തിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ വീട് പണി ചെയ്യുന്ന കാര്യം, വീടൊക്കെ വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണോ അല്ലെ? അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് ഒരാളുടെ ഉത്തരവാദിത്വം മാത്രമല്ല. ഫിനാൻഷ്യലി ചിലപ്പം ഒരാളായിരിക്കും അല്ലേ, ചിലപ്പോൾ മെയിൻ ആയിട്ട് നിന്നിട്ട് അതെല്ലാം നോക്കുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കും. പക്ഷെ എങ്കിൽ പോലും കൂടെയുള്ള പാർട്ണറും കൂടെ ഒപ്പം നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും എന്താണ് വീട് പണിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കൊണ്ട് നടക്കാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ എങ്ങനെ പറയണ്ടേ, ഒരു വീട് പണി നടക്കുമ്പോൾ അറിയാലോ എത്രയും ടെൻസ്ഡ് ആയിരിക്കും ഒന്ന് ആള്. അപ്പോൾ
അത് നമ്മൾ വൈഫിനോടാണെന്നുണ്ടെങ്കിൽ വൈഫിനോട്, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട്. ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ വൈഫായിരിക്കും അല്ലെ മുൻകൈ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മുടെ പാർട്ണറും അതിനൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ടല്ലേ. ഒരു വീട് പണിയൊക്കെ നടത്തുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പലരും വിചാരിക്കാറുണ്ട് വിവാഹം കഴിഞ്ഞാൽ, അതായത് ആഫ്റ്റർ മാരേജ് ലൈഫ് അങ്ങ് തീർന്നു എന്നൊക്കെ പലരും വിചാരിക്കാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞ് എൻ്റർ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിലൊരു ചെറിയ മാറ്റം വരുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ പാർട്ണർ അത്രയും, ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ പാർട്ണർ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബാക്ക് ടു ലൈഫിലേക്ക് നമ്മൾ എത്തും. അത് ഉറപ്പായ കാര്യമാണ്. കാരണം പാർട്ണർ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. പക്ഷെ ഇപ്പം ഒരുപാട് നാള് പ്രണയിച്ചവരാണ്, പിന്നീട് കല്യാണം കഴിക്കുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുറച്ച് നാളും കൂടിയൊക്കെ ചിലപ്പോൾ ആ രീതിയിലൊക്കെ ഓടിയിട്ട് പിന്നെ ഒരു വരവ് പോലെയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കല്യാണം കഴിഞ്ഞു ഇനി എന്ത്, അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞാലും ഇനിയാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചിന്തിക്കുക. കല്യാണത്തിന് മുന്നേ വരെയുള്ള ലൈഫ് വേറെ, കല്യാണത്തിന് ശേഷമുള്ള ലൈഫ് വേറെ. കല്യാണത്തിന് ശേഷമാണെങ്കിലും ഡേറ്റിംഗ്, അതുപോലെ ചെറിയ ചെറിയ സർപ്രൈസ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതെന്താണ് ആ ഒരു ബന്ധത്തെ കുറച്ചും കൂടെ ഒന്ന് ഊഷ്മളതയുള്ളതാക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഡേറ്റിങ്ങിനിടയിൽ തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ആ സമയത്ത് ഷെയർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴും റിലേഷൻഷിപ്പിനെ കൂടുതൽ ഒന്ന് ശക്തിപ്പെടുത്തും. അപ്പോൾ അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഒന്നും ഒഴിവാക്കാനേ പാടില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചിലരുണ്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തവരുണ്ട് കേട്ടോ. ഈ സ്നേഹം നമ്മൾക്ക് സ്നേഹമായിട്ട് തന്നെ, അതായത് വാക്കുകൾ കൊണ്ട് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലേ. സോ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ പാർട്ണർ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ആകാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഒരു പാർട്ണർ ഭാര്യ ഭർത്താവ്, അത് ഭർത്താവ് കുറച്ച് എക്സ്പ്രസീവ് അല്ല എന്നുണ്ടെങ്കിൽ, ഭാര്യ ഭയങ്കര നന്നായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു പക്ഷേ ആ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എക്സ്പ്രസീവ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കട്ടെ. ഇപ്പൊ ഹസ്ബൻഡ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നാണ്. ആളെ വിടരുത്. ആൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ നിരന്തരം പറയാം, എന്തുകൊണ്ടാണ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത, എനിക്കത് ഇഷ്ടമാണല്ലോ, അങ്ങനെ എന്തുകൊണ്ട് അത് ഓപ്പൺ ആയിട്ട് അതെന്താ എൻ്റെ അടുത്ത് പറയാത്തത്, അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് മനസ്സിലുണ്ടെങ്കിൽ അതെന്താ എൻ്റെ അടുത്ത് പറയാത്തത്, എനിക്കത് ഇഷ്ടമാണ് എന്ന് നമ്മൾ അയാളോട് ഓപ്പൺ ആയിട്ട് പറയാം. അപ്പൊ അങ്ങനെ നമുക്ക് എക്സ്പ്രസ് ആളെ കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യിക്കാം. നമ്മൾ എക്സ്പ്രസീവ് ആണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്ര എക്സ്പ്രസീവ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് അങ്ങനെ എക്സ്പ്രസീവ് ആക്കി എടുക്കാം. എപ്പോഴും ഞാൻ പറയുന്നത് എക്സ്പ്രസീവ് ആവുക എന്നുള്ളതാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എക്സ്പ്രസീവ് ആകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പാട്. നമ്മൾ ചിലർക്ക് വാക്കുകൊണ്ട് പറയുന്നതായിരിക്കും സ്നേഹം എന്ന് പറയുന്നത്, വാക്കുകൊണ്ട് പറയുന്നതായിരിക്കും ഇഷ്ടം അല്ലെ. അപ്പോൾ നമ്മൾ എപ്പോഴും പാർട്ണറിനെ പഠിക്കുക എന്നുള്ളതാണ്. പാർട്ണറെ പഠിക്കുക എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്നതാണല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെ നിൽക്കുന്നതാണ് എൻ്റെ പാർട്ണറിന് ഇഷ്ടം, എക്സ്പ്രസീവ് ആയിട്ട് നിൽക്കുന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്നിട്ട് ആ രീതിയിൽ നമ്മളൊന്ന് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സ്നേഹം അങ്ങനെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പോകും. അടുത്തത് പറയാനെന്നുണ്ടെങ്കിൽ പേഴ്സണൽ സ്പേസ്. നമ്മൾ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ സ്പേസ് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരും, എന്തെങ്കിലും ഹോബീസ് നമുക്കുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഫ്രണ്ട്ഷിപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാം നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമുക്കുള്ള ഒരു ഇതൊക്കെ നമ്മളെ കൂടുതൽ മെന്റലി നമ്മളെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ മെന്റലി ഹെൽത്തി ആകുമ്പോൾ മാത്രമേ നമ്മൾക്ക് നമ്മുടെ വിവാഹ ജീവിതത്തിലും നന്നായിട്ട് ആ ഒരു ബന്ധവും നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് മാത്രമാണ് ലോകം എന്നല്ല. അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സും അവളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. മെന്റലി ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അതുപോലെ ഹോബീസ്, അവൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ ആ ഹോബീസിലേക്ക് തിരിയുമ്പോൾ അതും അവളെ കുറച്ചും കൂടെ ഹാപ്പി ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയും സ്ട്രെസ് കുറയ്ക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഹസ്ബൻഡിന്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് വേറെ, നമ്മൾക്ക് നമ്മുടേതായ ഒരു സ്പേസിൽ കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ ഹാപ്പിനെസ് വേറെയാണ്. പിന്നെ പറയാനെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. യു ആർ ദ സെയിം ടീം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്നൊരു സംഭവം ഇല്ല, നമ്മൾ എന്നൊരു സംഭവത്തിലേക്ക് വരിക.
നിങ്ങൾ സെയിം ടീമിലാണല്ലേ, കല്യാണം കഴിഞ്ഞു, നിങ്ങൾ ഇനി ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുമല്ലേ. അപ്പൊ എങ്ങനെയാണ് നീ ഞാൻ അങ്ങനെ വരുന്നത്? ഇല്ലല്ലേ. നമ്മളിപ്പോ ഒരു ഫുട്ബോൾ ടീമിലാണെങ്കിലും നമുക്ക് അങ്ങനെ കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പോവാം എന്നൊക്കെ ഉള്ളല്ലേ. നമ്മൾ ടീം ആകുമ്പോൾ അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെയായിരിക്കും. അപ്പൊ ആ ടീമിനെ എന്താണ്, രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് സക്സസ് ആവുന്നത് അല്ലെ. രണ്ടുപേരും നന്നായിട്ട് പോകുമ്പോഴാണ് സക്സസ് ആവുന്നത്. അപ്പൊ എന്താ, നമ്മൾ ആരും തന്നെ പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും മിസ്റ്റേക്സ് വരും. പക്ഷെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഈ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എൻ്റെ അമ്മയെ, അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളൊരിത് മാത്രമേ വരും. മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്, എൻ്റെ മിസ്റ്റേക്ക് ആണ്, നമ്മൾ പെട്ടെന്ന് തന്നെ സോറിയൊക്കെ പറയാം. അല്ലാതെ അതിങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന് സോറി പറയാതെ, അല്ലെങ്കിൽ അപ്പോൾ അത് ഓക്കെ ആണ് സോറി പറഞ്ഞിട്ട് പിന്നെ അതൊരു 10 വർഷം അങ്ങനെ അത് മനസ്സിൽ കൊണ്ടു നടന്നു. അങ്ങനത്തെ ആൾക്കാർ 10 വർഷം എക്സാമ്പിൾ അങ്ങനെ മനസ്സിലേക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്താണ്, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും വിൻ ചെയ്യുക എന്നുള്ളതല്ല, നമ്മളെപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഒരു ദാമ്പത്തിക ബന്ധത്തിൽ പോകുമ്പോൾ എനിക്ക് വിൻ ചെയ്യണം എന്നല്ല. അതായത് അടി ഉണ്ടാകുമ്പോഴും ഒക്കെ എനിക്ക്, അടിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആർഗ്യുമെന്റ്സ് വരുമ്പോൾ എനിക്ക് വിൻ ചെയ്യണം അങ്ങനെയല്ല. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്താണ് ശരി എന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. ചെറിയൊരു അസ്വസ്ഥത, ചെറിയൊരു ഇറിറ്റേഷൻ പോലും നിങ്ങളുടെ ദാമ്പത്തിക ബന്ധത്തിൽ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ തന്നെ നിങ്ങളത് ഓപ്പൺ ആയിട്ട് പറയുക എന്നുള്ളതാണ്. അതൊക്കെ ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. നമ്മളതൊരു വലിയൊരു ഫൈറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ആയിട്ട് പോയി പറയുക. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, വേറൊരു വ്യക്തി വഴി അറിയുകയോ, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും വേറൊരു വ്യക്തി വഴി അറിയുകയോ, അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ നമ്മൾ പറയുകയൊക്കെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ നമ്മുടെ പാർട്ണറിനോട് ഓപ്പൺ ആയിട്ട് നമ്മുടെ മിസ്റ്റേക്സുകൾ പോയി പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 70-80% പാർട്ട്നേഴ്സും അത് ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കും. അതായത് ഒരാൾ ഓപ്പൺ ആയിട്ട് വന്ന് പറയണം, എനിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി, എനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു 80% ആൾക്കാരും ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ളവർ. കല്യാണം എന്ന് പറയുന്നത് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്ന് തന്നെ പറയാം അല്ലെ. സോ ആ ഒരു മൊമെന്റ് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞ ലൈഫ് സ്റ്റാർട്ട് ആവുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലൈഫ് അങ്ങനെ സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്, കുറേയേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവാം. ഇവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് നിൽക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാരൻസിന് നമ്മളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പാരൻസ് ആണ്, അവർക്ക് അതിൻ്റെതായ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുക. പക്ഷേ മൂന്നാമതൊരാൾ നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ബന്ധത്തിലേക്ക്, ദാമ്പത്തിക ബന്ധത്തിലേക്ക് ഇടപെടാനായിട്ട് നമ്മളായിട്ടൊരു അവസരം കൊടുക്കാതിരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ അവര് എന്താണ്, ഹസ്ബൻഡ് വൈഫായിട്ട് അച്ഛനും അമ്മയും ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അവരുടെ ജീവിതം അവർ ജീവിച്ച് ഒരു ഓൾമോസ്റ്റ് വയസ്സായി അവർ നിൽക്കുവാണല്ലേ. അവരുടെ ദാമ്പത്തിക ജീവിതം ജീവിച്ച് വിജയിച്ചവരായിരിക്കാം, ചിലപ്പോൾ പരാജയപ്പെട്ടവരായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇനി നമ്മളാണല്ലേ ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ദാമ്പത്തിക ജീവിതം നമ്മൾ ജീവിച്ചോളൂല്ലോ. അനാവശ്യമായിട്ടുള്ള അത്തരം അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു റെസ്പെക്ട് കൊടുത്തോണ്ട് തന്നെ നമുക്കത് ഇഗ്നോർ ചെയ്യാം. ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഹസ്ബൻഡും വൈഫും, നിങ്ങൾ രണ്ടുപേര്, ആ രണ്ടുപേർക്കിടയിൽ മൂന്നാമതൊരാള്, അത് ആര് തന്നെ ആയിക്കോട്ടെ. ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കാം. ഇവർക്കൊന്നും അവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. പിന്നെ ഒപ്പീനിയൻ എടുക്കുന്നതോട് തെറ്റൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും അവരുടെ അഭിപ്രായത്തിൽ മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ന്യൂലി മാരീഡ് കപ്പിൾസിനോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ജീവിക്കട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ബൈ.